ഇൻഷുറൻസ് കമ്പനികളിലെ വിദേശ നിക്ഷേപ പരിധി 100% ഉയർത്തുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ധനമന്ത്രി. ഇത് കൂടുതൽ വിദേശ കമ്പനികളെ വിപണിയിലെത്തിക്കും. മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ വേഗത്തിലുള്ള ക്ലെയിം പ്രോസസ്സിംഗിലേക്ക് നയിക്കും. അതുവഴി ചെലവ് കുറയ്ക്കുകയും മേഖലയുടെ മൊത്തത്തിലുള്ള കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റിൽ ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനികളിലെ വിദേശ നിക്ഷേപ പരിധി 74% നിന്ന് 100% ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. സുരക്ഷ, ലിക്വിഡിറ്റി, നിയന്ത്രണ മേൽനോട്ടം എന്നിവയിൽ ശക്തമായ ഊന്നൽ നൽകിയാണ് ഇൻഷുറൻസ് കമ്പനികളുടെ നിക്ഷേപത്തെ നിയന്ത്രിക്കുന്നത്. നിക്ഷേപത്തിന് അനുവദനീയമായ സമയം, രീതി, രൂപം, വ്യവസ്ഥകൾ, ഉപകരണങ്ങൾ എന്നിവ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ IRDAI വ്യക്തമാക്കിയിട്ടുള്ള സർക്കാർ സെക്യൂരിറ്റികളിലും മറ്റ് അംഗീകൃത സെക്യൂരിറ്റികളിലും ഒരു നിശ്ചിത ശതമാനം ഫണ്ട് നിക്ഷേപിക്കാൻ ഇൻഷുറൻസ് കമ്പനികൾ നിർബന്ധിതരാണ്. ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് അവരുടെ ഫണ്ടുകളിൽ ഏതെങ്കിലും ഇന്ത്യക്ക് പുറത്ത് നിക്ഷേപിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. അതിനാൽ ഇൻഷുറൻസ് കമ്പനികളുടെ എല്ലാ ഫണ്ടുകളും നിർബന്ധമായും ഇന്ത്യയിൽ നിക്ഷേപിക്കണമെന്ന് നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ നൽകിയ മറുപടിയിൽ പറഞ്ഞു.